Hello, I am Sarita. എല്ലാവർക്കും SimpleTips മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൂപ്പർ വീഡിയോ ആണ്. നിങ്ങളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ചേച്ചി നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നെങ്കിലും ഒരു ക്രീം അല്ലെങ്കിൽ ഒരു ജെൽ എന്തെങ്കിലും ഒരു റെമഡി പറഞ്ഞു തരണം എന്നുള്ളത്. നല്ല സൂപ്പർ സ്കിൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി റെമഡിയാണ് അപ്പോൾ ഇന്നത്തേത്. ഒരു പപ്പായ ജെൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അത് നിങ്ങൾക്കറിയാം, പപ്പായ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ല ഒരു നാച്ചുറലായിട്ടുള്ള ഒരു റെമഡിയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നല്ല പഴുത്ത പപ്പായ. ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറയെ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. സോ ഇത് നമ്മളുടെ ഡെഡ് സെൽസ് റിമൂവ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഇനാക്റ്റീവായിട്ടുള്ള പ്രോട്ടീൻസിനെ ഒക്കെ റിമൂവ് ചെയ്യാനും നല്ലൊരു റിജുവിനേറ്റിംഗ് ആക്കി വെക്കാൻ, സ്കിന്നിനെ ഹൈഡ്രേറ്റിംഗ് ആക്കി വെക്കാൻ, അതുപോലെ നല്ലൊരു ഗ്ലോയിങ് സ്കിൻ, സ്പോട്ട്ലെസ് ആയിട്ട് പാടുകളും പിഗ്മെൻറ്റേഷനും ഒന്നും ഇല്ലാണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി സാധനമാണ് പപ്പായ. മിക്ക ആൾക്കാർക്കുള്ള ഒരു പ്രശ്നമാണ് പിഗ്മെൻറ്റേഷൻ. സോ പിഗ്മെൻറ്റേഷൻ മാറാനും ഇത് അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ ചെറിയ ചുളിവുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും അടിപൊളിയായിട്ടുള്ള സംഭവം തന്നെയാണ് പപ്പായ. ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പപ്പായ ജെല്ല്. അപ്പോൾ വളരെ എളുപ്പമാണ്. ഒരു 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. പക്ഷെ നമ്മളുടെ സ്കിന്നിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല സൂപ്പർബായിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് മുഖം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം ഇത്രയൊന്ന് എടുത്താൽ മതി. എടുത്തിട്ടൊന്ന് ഇതുപോലെ സ്പോട്സ് ആക്കി ഒന്ന് ചെയ്തതിന് ശേഷം നന്നായിട്ട് മുഖത്തൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴേക്ക് ഒരിക്കലും മസാജ് ചെയ്യരുത്. എപ്പോഴും ഇതുപോലെ റൗണ്ടായിട്ട് മസാജ് ചെയ്യുക. അതുപോലെ തന്നെ വളരെ സോഫ്റ്റായിട്ട് വേണം മസാജ് ചെയ്യാനായിട്ട്. നെറ്റിയിലും ഒക്കെ നല്ലതുപോലെ റൗണ്ട് നിൽക്കും. നമുക്ക് വേറെ മസാജിങ് ടെക്നിക്സ് ഒന്നും അറിയേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ റൗണ്ടായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും ഇങ്ങനെ മസാജ് ചെയ്യരുത്. താഴേക്ക് മസാജ് ചെയ്യുന്നത് നല്ലതല്ല. എപ്പോഴും അപ്വേർഡ് ഇങ്ങനെ ആ ഒരു ഇതിൽ വേണം മസാജ് ചെയ്യാനായിട്ട്. അപ്പോൾ മസാജ് ചെയ്തതിന് ശേഷം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ മുഖത്ത് വെച്ച് മുഖം കഴുകി കളയാം. എന്നിട്ട് നമുക്ക് എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാത്രിയിൽ തന്നെ ചെയ്യണം കേട്ടോ. ഇത് മറക്കരുത്. രാത്രിയിലാണ് ഇത് ഏറ്റവും നല്ലത്. സോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിന് ആവശ്യമായിട്ടുള്ളത് പഴുത്ത പപ്പായയാണ്. നിങ്ങളുടെ കയ്യിൽ നല്ല ഫ്രഷ് പപ്പായ ഉണ്ടെങ്കിൽ പഴുത്ത നല്ല ഫ്രഷ് പപ്പായ എടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ പപ്പായ പൗഡർ, ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പപ്പായ പൗഡറാണ്. അപ്പോൾ നിങ്ങൾക്ക് പപ്പായ പൗഡർ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പപ്പായ പൗഡർ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 സ്പൂൺ പപ്പായ പൗഡറാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾ ഫ്രഷ് പപ്പായയാണ് എടുക്കുന്നതെങ്കിൽ 2 സ്പൂൺ അതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള പപ്പായ എടുക്കണം. ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. കസ്തൂരി മഞ്ഞളാണ് നല്ലത്, അല്ലാതെ സാധാ മഞ്ഞൾപ്പൊടി ആയാലും മതി. അത് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലോവേര ജെല്ലാണ്. അപ്പോൾ ഇതേ കണ്ടോ, ഈ അലോവേര ജെല്ല് നമ്മുടെ തന്നെ പ്രൊഡക്റ്റാണ്. ഇതിനകത്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതാണ് അലോവേര ജെല്ല്. കളറോ അല്ലെങ്കിൽ മണമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാത്തതാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള അലോവേര ജെല്ല് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം ഒരു ജെൽ പരുവമാക്കാനുള്ള അളവിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രമാത്രം അലോവേര ജെൽ എടുക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഫ്രഷ് ആയിട്ടാണ് പപ്പായ എടുക്കണതുണ്ടെങ്കിൽ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിപ്പോൾ നമുക്ക് പുറത്ത് തന്നെ വെച്ചിരുന്നു കഴിഞ്ഞാലും ഒരാഴ്ചയൊക്കെ കേടാവാണ്ട് തന്നെ ഇരുന്നോളും. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിലാക്കി വിൽക്കാം. ഇത്രയും സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം. പിന്നെ പറഞ്ഞതുപോലെ തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യണം. പിന്നെ അത് മാത്രമല്ല കേട്ടോ, കുറച്ച് പേര് പേജ് ഫോളോ ചെയ്തിട്ടുണ്ട് പക്ഷേ ലൈക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഫോളോ ചെയ്തിട്ടുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനോ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത വീഡിയോസ് ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ഫ്രം സരിത.